റിയൽമി P3 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P3 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P3 അൾട്രയിൽ 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോഡ് കൗഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2500 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ വരുന്നത്. ഏകദേശം 93.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1500 നിറ്റ്സ് ആണ് വരുന്നത്. 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 1.5K റെസൊല്യൂഷനും കോഡ് കൗഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ വളരെ കൂടിയ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 183 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.38 mm ആണ്. അപ്പം 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും തിക്നെസ്സും വെയിറ്റും ഒക്കെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ IP66, 68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ച IP റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ നെപ്റ്റ്യൂൺ ബ്ലൂ, ഓറിയോൺ റെഡ് അതുപോലെ തന്നെ ഗ്ലോയിങ് ലൂണാർ വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് വെർഷനിൽ ഇരുട്ടത്ത് ലൈറ്റ് അടിച്ചാൽ ഫോൺ ഒന്ന് ഗ്ലോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8350 അൾട്ര എന്നുള്ള പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 27,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസർ തന്നെയാണ്. അപ്പം മികച്ചൊരു പ്രോസസറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ MediaTek Dimensity 8400 എന്ന പ്രോസസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ Snapdragon 8s Gen 3 എന്ന പ്രോസസറും വരുന്നുണ്ട്. ഏകദേശം അതിന്റെ അടുത്തൊക്കെ വരുന്ന പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഏറ്റവും ബെസ്റ്റ് പ്രോസസറിന്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസറാണ്. അപ്പം മികച്ചൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസർ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പം ഒരു പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. പിന്നെ BGMI 90 FPS ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 15ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5X റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ LPDDR5X റാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 14GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എയറോസ്പേസ് ഗ്രേഡ് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 6050 mm² ആണ്. പിന്നെ Z ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വൈബ്രേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX896 മെയിൻ ക്യാമറ സെൻസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു സെൻസറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഒക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തരക്കേടില്ലാത്ത സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 26,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്.
പിന്നെ 12 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 29,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. 3000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മാർച്ച് 25 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫോണാണ് ഈ ഒരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പൊ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്, പിന്നെ തിരക്കില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു ഓൾറൗണ്ടർ ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ ഫോണൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും റിയൽമി P3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.